നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ലൊരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളെയും കൂട്ടിയിട്ട് പോയതാണേ. പോകുമ്പോൾ നല്ല ത്രില്ലടിച്ചിട്ടാണ് പോയത്. രണ്ട് സൈഡ് റബ്ബർ തോട്ടങ്ങളായിരുന്നു കേട്ടോ അങ്ങോട്ട് ഉള്ള വഴികൾ മുഴുവനും. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വാട്ടർഫാൾസ് കാണാനായിട്ട് താഴത്തേക്ക് ഇറങ്ങി. വഴി കണ്ടതും എൻ്റെ ബോധം പോയി ഗൈസ്. കുഞ്ഞു കുഞ്ഞു കല്ലുകളുള്ള ചെറിയൊരു വഴിയായിരുന്നു. കാരണം നമ്മുടെ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ കിടക്കും. പിന്നെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു കേട്ടോ. കാരണം നമുക്ക് വാട്ടർഫാൾസ് കാണണമല്ലോ. പോണ വഴിക്ക് ചെറിയ ചെറിയ തോടുകളുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളൊരു പാറയൊക്കെ കണ്ടുപിടിച്ച് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ആ ഒരു പാറയിൽ പോയിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂവും അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു വ്യൂ ആയിരുന്നു. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് സ്നാക്സൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. നമ്മളിരുന്ന പാറയുടെ താഴെയാണ് അത്ര മെയിൻ വെള്ളച്ചാട്ടം. ഞങ്ങളിതൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ വഴികളെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അത് നല്ല വഴിയാണോ ചീത്ത വഴിയാണോ എന്നൊന്നും അറിയില്ല. ആദ്യം കണ്ടപ്പോൾ തന്നെ കുറച്ച് കിളി പോയി. കാരണം വഴി അത്രയും മോശമായിരുന്നു കേട്ടോ. പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് ഉരുണ്ട് വീഴാൻ സാധ്യതയുണ്ട്. ഉരുണ്ട് താഴോട്ടൊന്നും വീഴില്ല, അവിടെ തന്നെ കിടക്കും. കാരണം ചെറിയ ചെറിയ കല്ലുകളായതുകൊണ്ട് നമ്മൾ സ്ലിപ്പായി വീഴും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വീണ്ടും അവിടെ റെസ്റ്റ് ചെയ്തു. കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് ഇനിയും താഴോട്ട് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴോട്ട് പോകാൻ ഒരുങ്ങി വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും കിളി പോയി ഗൈസ്. ഈ കാണുന്ന കാട്ടിനുള്ളിലൂടെ പോകണം. ഫുള്ള് കുഞ്ഞു 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 കല്ലുകൾ. പക്ഷെ നമ്മൾ തോറ്റു കൊടുത്തൊന്നുമില്ല. നമ്മൾ എന്തായാലും കണ്ടിട്ടേ മടങ്ങും എന്നുള്ളൊരു വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴോട്ടെത്തിയപ്പോഴേ എനിക്കൊരു സിനിമയുടെ ഡയലോഗ് ഓർമ്മ വന്നത്. കാരണം നമ്മുടെ ലാലേട്ടൻ കിലുക്കം സിനിമയിൽ രേവതയും കൂട്ടിയിട്ട് പോണില്ലേ ജ്യോതി കാണിക്കാൻ, അതുപോലെയായി ഞങ്ങളെ കൊണ്ട് വെള്ളച്ചാട്ടം കാണിക്കാൻ കൊണ്ടുപോയത് കേട്ടോ. ലാസ്റ്റ് ജ്യോതിയും കണ്ടില്ല, ഒരു മണ്ണാങ്കട്ടയും കണ്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ താഴെ എത്തി. ആ മുയലിൽ നിന്ന് വീണ വെള്ളം തന്നെയാണ് താഴെയും. അപ്പോൾ എന്തായാലും പോയതല്ലേ, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് പിള്ളേരെയും കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. വീണ്ടും തിരിച്ച് കയറേണ്ട കാര്യം ആലോചിക്കുമ്പോഴുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും വീടുകളുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ താമസിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയും മടുത്തുപോയി. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം എന്താണെന്നറിയോ, ഈ വെള്ളം വീഴുന്നതുകൊണ്ടും കാടായതുകൊണ്ടും ചൂടില്ല. വെള്ളത്തിൻ്റെയൊക്കെ ചോട്ടിൽ പോയി നിന്നപ്പോൾ നമ്മൾക്ക് നല്ലൊരു സിയുടെ ചോട്ടിൽ പോയി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വിധത്തിൽ മേളിലോട്ടെത്തി. കാലൊന്നും അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. തിരിച്ചു വരുമ്പോൾ ഞാൻ പറയായിരുന്നു ഇനി ഞാൻ ഇങ്ങോട്ടില്ല കേട്ടോ എന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.